Alhamdulillah, wassalatu wassalamu ala ashrafil makhluqin wa ala alihi wasahbihi ajma'in amma ba'd. ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ്. എൻ്റെ കഥയുടെ പേര് ആദം അലൈഹിസ്സലാം. അല്ലാഹു തആല ഭൂമി സൃഷ്ടിച്ചു. അപ്പോഴാണ് അല്ലാഹു തആലക്ക് മനസ്സിലായത് ഭൂമിയുടെ സൃഷ്ടി പൂർത്തിയായിട്ടില്ലെന്നേ. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് നിർദ്ദേശിച്ചു ഭൂമിയിൽ നിന്ന് കുറച്ച് കളിമണ്ണുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ. അത് മലക്കുകൾ അനുസരിക്കുകയും അതുപോലെ ഭൂമിയിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് അല്ലാഹു തആല ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ആ രൂപം 40 വർഷം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അല്ലാഹു തആല ആ രൂപത്തിനെ ആദം എന്ന് വിളിച്ചു. പിന്നീട് എല്ലാ സർവ്വജീവികളോടും അല്ലാഹു തആല അതിനെ സുജൂദ് ചെയ്യാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഇബ്ലീസ് ഒഴികെ സർവ്വജീവികളും ആദം നബിയെ സ്തുതിച്ചു. പിന്നീട് അല്ലാഹു തആല ആദം നബിയിലേക്ക് റൂഹിനെ നൽകി. റൂഹ് കണ്ണിലെത്തിയപ്പോൾ ആദം നബി ചുറ്റുള്ള പഴവർഗ്ഗങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ ആദം നബി സ്വർഗത്തായിരുന്നു. പിന്നീട് റൂഹ് വയറ്റിലെത്തിയപ്പോൾ ആദം നബിക്ക് വിശക്കാൻ തുടങ്ങി. കാലിലെത്തുന്നതിന് മുമ്പ് തന്നെ ആദം നബി ഒരു പഴം കഴിക്കാൻ വേണ്ടി മരത്തിലേക്ക് ചാടി. പക്ഷെ പഴം കിട്ടില്ല. കാലിലേക്ക് റൂഹ് എത്താത്തതിനാൽ ആദം നബി നിലത്തോട്ട് വീണു. പിന്നീട് സ്വർഗത്തിലെ ജീവികളോടുമായി കളിച്ചു. അല്ലാഹു തആല ജീവികളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. കൊക്ക്, ജിറാഫ്, സിംഹം എന്നൊക്കെയായിരുന്നു. മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവികളുമായി ആദം നബി കളിച്ചിരുന്നു. പിന്നീട് ആദം നബിക്ക് ഒറ്റപ്പെട്ടൊരു തോന്നലുണ്ടായി. ഒരു ദിവസം രാത്രി ആദം നബി ഉറങ്ങുകയായിരുന്നു. അന്ന് അല്ലാഹു തആല ആദം നബിയുടെ ഒരു വാരിയൽ കൊണ്ട് ഒരു ഇണയെ സൃഷ്ടിച്ചു. രാവിലെയായി എഴുന്നേറ്റ ആദം നബി തന്റെ ഇണയെ കണ്ട് സന്തോഷിച്ചു. ഹവ്വ എന്ന് വിളിച്ചു. പിന്നീട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ കഴിഞ്ഞു. അപ്പോഴാണ് ഇബ്ലീസ് മനുഷ്യരുടെ ദേഷ്യവും പകയും ഒക്കെ ആയിരുന്നു. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. ഇബ്ലീസ് ആദം നബിയെ പ്രേരിപ്പിച്ചു, ആ വിലക്കപ്പെട്ട പഴം കഴിക്കൂ. അത് കാരണം ആദം നബിയും ഹവ്വ ബീവിയും ആ പഴം കഴിച്ചു. ഹവ്വ ബീവി ആ പഴം ഇറക്കുകയും ചെയ്തു. ആദം നബി ആ പഴം ഇറക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദം നബിയുടെ തൊണ്ടയിൽ ഒറ്റ പിടി. പിന്നീട് അല്ലാഹു കോപിഷ്ഠനായി. അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി കൃഷി ചെയ്തും വീടെടുത്തുമൊക്കെയായി ജീവിച്ചു. അവർ ഭൂമിയിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും പല സ്ഥലത്തായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടി. ആ സ്ഥലം അറഫ എന്നറിയപ്പെടുന്നു. പിന്നീട് ഹവ്വ ബീവിക്ക് 2 ഇരട്ടക്കുട്ടികളുണ്ടായി. ഒന്നിന്റെ പേര് ഹാബീൽ എന്നും മറ്റൊന്നിന്റെ പേര് കാബീൽ എന്നുമായിരുന്നു. ഹാബീലിന്റെ ജോലി ആടിനെ മേയ്ക്കുക എന്നായിരുന്നു. കാബീലിന്റെ പച്ചക്കറി കൃഷി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ പോവുകയായിരുന്നു. പിന്നീട് ഹവ്വ ബീവി പിന്നെയും 2 കുട്ടികൾക്ക് ജന്മം നൽകി. 2 പെൺകുട്ടികളായിരുന്നത്. പിന്നീട് അവരുടെ കല്യാണപ്രായം എത്തിയപ്പോൾ മറ്റാരും ഇല്ലാത്തതിനാൽ കാബീലിനെ സുമുഖയല്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഹാബീലിനെ
സുഖയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്തു. അത് കാരണം പറഞ്ഞ